ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് ജോലികളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോവല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ചായയൊക്കെ ഇട്ട് കുടിച്ചതിന് ശേഷം ഞാൻ ഇന്നൊരു സാമ്പാർ വയ്ക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പരിപ്പ് കഴുകി കുക്കറിലിട്ടൊന്ന് വിസിൽ കേൾക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ സാമ്പാറിന് വേണ്ട പച്ചക്കറി എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. സാമ്പാറിന് ആവശ്യമുള്ള പച്ചക്കറികൾ മാത്രം ഞാൻ അതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കുക. അപ്പം ഞാൻ സാമ്പാർ വയ്ക്കാനായിട്ട് ഇത്രയും പച്ചക്കറി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കേണ്ട കഷ്ണങ്ങളെല്ലാം തന്നെ ആദ്യമേ ഞാൻ കഴുകി ഇതുപോലെ അങ്ങ് മാറ്റി വയ്ക്കും. അതിനുശേഷം പിന്നെ തൊലിയോടുകൂടി എടുക്കേണ്ടതൊക്കെ നല്ലതുപോലെ കഴുകി അരിഞ്ഞെടുക്കുന്നത്. സാമ്പാറിന് വേണ്ട കഷ്ണങ്ങളെല്ലാം ഇവിടെ അരിഞ്ഞെടുത്തു. അപ്പോഴേക്കും പരിപ്പ് അവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാർ വേവിക്കാം. ആദ്യമേ ഇതുപോലെ നന്നായിട്ട് പരിപ്പ് വെന്ത് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. സാമ്പാർ നമുക്ക് പല രീതിയിലും ഉണ്ടാക്കാം. അതിലൊരു എളുപ്പ വഴിയിലാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ പൊടികളെല്ലാം ആ പരിപ്പുമായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം അതിലേക്ക് വാളംപുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പുളിക്ക് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരുന്ന കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം.
നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കഷ്ണങ്ങളൊന്ന് നികന്ന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രേവി മാത്രം മതി, അല്ലെങ്കിൽ ഒരുപാട് ലൂസായി പോകും. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതി. ഇനി കുക്കർ മൂടി വെച്ചിട്ട് ഒരു വിസിൽ കേൾക്കുമ്പോൾ തന്നെ കുക്കർ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം സാമ്പാറിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ ഇന്ന് ഇഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തലേ ദിവസം രാത്രി തന്നെ ഞാൻ ഇതുപോലെ 2 ഗ്ലാസ് അരിയും 1/2 ഗ്ലാസ് ഉഴുന്നും 1 പിടി ചോറും കൂടെ ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ അടച്ച് വെച്ചിരുന്നിട്ട് തലേ ദിവസം രാത്രി ഒരു 9 മണിക്കാണ് ഞാൻ ഇതുപോലെ ആട്ടി വെച്ചിരുന്നത്. അപ്പോൾ അടുത്ത ദിവസം രാവിലെ നമ്മൾ ഇഡലി ഉണ്ടാക്കാൻ നേരത്ത് തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെ നല്ല പൊന്തി വന്ന് നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി എടുക്കാം. അതിനുശേഷം ഓയിൽ ബ്രഷ് ചെയ്ത ഇഡലി തട്ടിൽ നമുക്ക് മാവ് കോരി ഒഴിച്ച് ഇഡലി പുഴുങ്ങിയെടുക്കാം. അപ്പോൾ മാവെല്ലാം കോരി ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് നല്ല തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരിക്കലും ഇതുപോലെ ഇഡലി വെച്ച് കൊടുക്കരുത്. നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇഡലി മാവ് കോരി ഒഴിച്ച തട്ട് വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് അടച്ചു കൊടുക്കാം. ആദ്യം 1-2 മിനിറ്റ് നല്ല തീയിൽ തന്നെ ഇരുന്ന് ആവി കയറിയതിന് ശേഷം തീ കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ സമയത്ത് നമ്മൾ സാമ്പാറിൻ്റെ ആവിയെല്ലാം പോയി കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കാം. സാമ്പാർ നല്ല അടിപൊളിയായിട്ട് കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവാതെ തന്നെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. ഒരു വിസിൽ മാത്രം കേൾപ്പിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ കിട്ടും. ഇനി നമുക്കതിന് വേണ്ടിയിട്ടൊന്ന് കടുക് വറുത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ചേർത്തൊന്ന് പൊട്ടിയതിന് ശേഷം ചുമന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് ഇതുപോലെ ചുമന്ന് വരുന്നത് വരെ ഒന്ന് വറുത്തതിന് ശേഷം അതിലേക്ക് 2 നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി ഇനി അത് സാമ്പാറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറല്ലേ. ഇനി പെട്ടെന്നൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ആ കടുവ തൊഴിച്ചതിൻ്റെ ഫ്ലേവറൊക്കെ സാമ്പാറിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മളെ ഇഡലി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിന് തണുപ്പൊക്കെ മാറിയതിന് ശേഷം ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വേണം നമ്മൾ ഇഡലി തട്ടിയിൽ നിന്ന് മാറ്റാൻ. അപ്പോൾ ഇഡലി തട്ടിയിൽ നിന്ന് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇങ്ങനെ കോരിയെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമ്മൾ ആ ഇളക്കി എടുക്കുന്ന സ്പൂണില്ലേ, അതൊന്ന് തണുത്ത വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് മുക്കിയതിന് ശേഷം ഇഡലി ഇതുപോലെ അങ്ങ് എടുക്കുകയാണെങ്കിൽ ഒട്ടും ഒട്ടിപ്പിടിക്കത്തില്ല.
നമ്മളെ സ്പോഞ്ച് പോലത്തെ ഇഡ്ഡലി റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളി ഇഡ്ഡലി. ഇനി ഞാൻ ഈന്തപ്പഴത്തിൻ്റെ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പിടി പുളി ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. കുരുവും നാരും ഒന്നുമില്ലാതെ നല്ല വൃത്തിയുള്ള പുളി വേണം ഇതിനെടുക്കാൻ. നമ്മൾ ഈ പുളി അരിച്ചൊന്നുമല്ല എടുക്കുന്നത്, പുളി മൊത്തത്തിൽ ഇതുപോലെ ചേർത്താണ് നമ്മൾ അച്ചാറുണ്ടാക്കുന്നത്. അപ്പം നല്ല കല്ലും നാരും അതിൻ്റെ പുറമേ ഉള്ള തോടും ഒന്നും ഇല്ലാത്ത പുളി വേണം ഇതിനെടുക്കാൻ. അപ്പോൾ ഇത് ഇതുപോലെ നല്ലതുപോലെ ഉണ്ടോ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും 1/4 ടീസ്പൂൺ കടുകും കൂടെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 10 അല്ലി വെളുത്തുള്ളിയും വറ്റൽമുളകും പച്ചമുളകും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി ഇതുപോലെ അരിഞ്ഞത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അധികം അങ്ങ് മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വഴന്നാൽ മതി. ഇനി അതിലേക്ക് പച്ചമുളകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് അതും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ഈന്തപ്പഴം എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അതിനനുസരിച്ചാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഒരു 3 ടീസ്പൂൺ കുമിച്ച് എടുത്തിട്ടുണ്ട് ഞാൻ മുളക് പൊടി. കാശ്മീരി മുളക് പൊടി എടുത്തിരിക്കുന്നത് 3 ടീസ്പൂൺ. ഇനി 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അത് നല്ലതുപോലെ ഒന്ന് കരിഞ്ഞു പോകാതെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് തീ നല്ലതുപോലെ കുറച്ച് വെച്ചിരുന്നാൽ മതി. ഇനി ഈ സമയത്ത് നമ്മൾ റെഡിയാക്കി കുതിർത്ത് വെച്ചിരുന്ന പുളിയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. നമുക്ക് പുളി എത്രത്തോളം പുളി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ 1/2 കിലോ എടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നത്. ഈന്തപ്പഴം 1/2 കിലോ എടുത്തിട്ടുള്ളത് കേട്ടോ, പുളി 1 പിടി. അത്രയും പുളി വേണ്ടാന്നുണ്ടെങ്കിൽ പുളി ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈന്തപ്പഴം 1/2 കിലോ ചേർത്ത് കൊടുക്കും. ഇനി അതും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റി നല്ലതുപോലെ തിളപ്പിച്ച് എടുക്കണം. ഇനി നമുക്ക് അത് എത്രത്തോളം ലൂസായിട്ടാണോ തിക്കായിട്ടാണോ ഇഷ്ടമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്ക് നല്ല ലൂസായിട്ടാണ് വേണമെന്നതെങ്കിൽ ഈ സമയത്ത് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല മധുരവും പുളിയും ഉപ്പും എരിവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള അടിപൊളി ഒരു അച്ചാറാണ് ഇത്. ഇനി ഇത് നല്ലതുപോലെ തിളയ്ക്കട്ടെ. ഇത് ചൂടാറി വരുമ്പോഴേക്കും തിക്കായി വരും. അപ്പോൾ അത്രയും തിക്കായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഇപ്പോഴേ ഒഴിച്ചു കൊടുത്ത് ലൂസാക്കി വെച്ചേക്കാം. അപ്പോൾ ഇടയ്ക്ക് ആ ഈത്തപ്പഴമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി.
നല്ല ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി അച്ചാറായത്. നല്ല അടിപൊളി അച്ചാർ, നമ്മുടെ ഈന്തപ്പഴ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാറി വന്നപ്പോഴേക്കും കണ്ടോ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും തിക്കായിട്ട് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആദ്യമേ കുറച്ചുകൂടെ തിളച്ച വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി കൊടുത്താൽ മതി. നമുക്ക് സൂക്ഷിച്ച് നല്ല വെയിലത്തുണക്കിയ ചില്ല് കുപ്പിയിൽ സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ 1 മാസം 2 മാസം വരെ നമുക്കിത് വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈത്തപ്പഴ അച്ചാറൊക്കെ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് ഗോതമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴതെല്ലാം ഒന്ന് കഴുകി വെയിലത്ത് കൊണ്ട് വെച്ചിട്ട് നമുക്ക് ബാക്കി ജോലികൾ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഗോതമ്പൊന്ന് ഒരു 2-3 വെള്ളത്തിലൊന്ന് കഴുകി ഒന്ന് ഊറ്റി വെയിലത്ത് കൊണ്ട് വെക്കാം. അപ്പം ഞാൻ ടെറസിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ഷീറ്റിലാണ് വിരിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ വെയിലത്തിന് ഒരു ദിവസത്തെ വെയിൽ തന്നെ ധാരാളം. അതുപോലെ തന്നെ ഞാൻ കുറച്ച് മല്ലിയും ഒന്ന് ഉണക്കിയെടുക്കുന്നുണ്ട്. അതും നല്ലതുപോലെ കഴുകി ഇതുപോലെ ഒന്ന് ഉണക്കാൻ വെച്ച് കൊടുക്കാം. ഈ മല്ലി ഞാൻ വെള്ളം തിളപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ ചൂട് കാലമായതുകൊണ്ട് മല്ലി വെള്ളം തണുപ്പാണെന്നല്ലേ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മല്ലി ഞാൻ ഇപ്പോൾ കഴുകി ഉണക്കുന്നത്. അതിവിടെ കിണറിൻ്റെ മുകളിൽ നല്ല വെയിലാണ്. അപ്പോൾ അവിടെ കൊണ്ട് വെച്ച് കൊടുത്താൽ മതി. വൈകുന്നേരം ആകുമ്പോൾ അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടും. ഇവിടെ ഞാൻ കുറച്ച് കുരുമുളകും കൂടെ ഒന്ന് ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. ഇനി വൈകുന്നേരത്ത് നമുക്ക് എടുക്കാം. ഇനി ആ സമയത്ത് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടൊരു കുക്കറിലൊരു ചിക്കൻ ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ സ്പൈസസ് എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിപത്രി, ബേ ലീവ്സ്, പെരുംജീരകം, സാജീരകം എല്ലാം കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഒരു 3 സവാളയും കൂടെ ഇതുപോലെ അരിഞ്ഞങ്ങ് ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇത് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല അടിപൊളി ഒരു ബിരിയാണിയാണ്. ഞാൻ സവാള വാടി വരാനൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റി നല്ലതുപോലെ ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബിരിയാണിക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ഇതിനോടൊപ്പം ഞാനങ്ങ് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അങ്ങ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. പെട്ടെന്നൊന്ന് വാടിക്കിട്ടാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണിക്ക് നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ ഇനി ആ പൊടിയുടെ മണമെല്ലാം പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം.
ഇനി അതിലേക്കൊരു പഴുത്ത തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഒരു പകുതി നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ അരപ്പും തക്കാളിയും എല്ലാം ഒന്ന് വെന്ത് ഉടഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനും 1/2 കിലോ അരിയും എടുത്തിരിക്കുന്നത് ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആ ചിക്കനും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ ഒന്ന് തിളയ്ക്കാനായിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പം ചിക്കൻ നല്ലതുപോലെ തിളച്ച് ഒരു 1/4 ഭാഗം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി നന്നായിട്ട് കഴുകി അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാൻ തിളപ്പിക്കാൻ വച്ചിരിക്കുന്നത്. അപ്പോൾ അരി നല്ലതുപോലെ കഴുകി ഊറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോ അരിക്കും അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഓരോ അരിക്കും വ്യത്യാസമായിരിക്കും വെള്ളത്തിൻ്റെ അളവ്. അത് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി അത് വേവാൻ ആവശ്യമായിട്ടുള്ള തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് മുന്തിരിങ്ങയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെട്ടി തിളച്ച വെള്ളം തന്നെ നമ്മൾ ഇതിലിപ്പം ചേർത്ത് കൊടുക്കണം. കുക്കറിലായതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ അരിക്ക് മീതെ വെള്ളം നിൽക്കത്തക്കോണം നല്ല വെള്ളം വെട്ടി തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വേണം കുക്കർ അടച്ചു വെച്ച് കൊടുക്കാൻ. കുക്കർ അടച്ചതിന് ശേഷം ഒരു വിസിൽ കേട്ടതിന് ശേഷം നമ്മൾ കുക്കർ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ സ്റ്റീമെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ തുറക്കാവൂ. ഒരു വിസിൽ കേട്ടതിന് ശേഷം അതിൻ്റെ സ്റ്റീമെല്ലാം പോയതിന് ശേഷം നമ്മളിപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ അത് ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഓരോ അരിക്കും ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ ഇതിനകത്ത് കുക്കറിൽ ഇതുപോലെ ചോറ് വയ്ക്കാൻ. ഇത് നമ്മൾ അടി കൂട്ടി ഇളക്കും. അടിയില മസാല എല്ലാം അടിയിലാണ് ഉള്ളത്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്തുമാത്രം ടേസ്റ്റാണെന്ന്. നല്ല അടിപൊളി ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കണം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈന്തപ്പഴ അച്ചാറും ഈ ബിരിയാണിയും കൂട്ടി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം.
കണ്ടോ, ബിരിയാണിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് തരാം കേട്ടോ. അങ്ങനെ ചോറൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഗോതമ്പൊക്കെ ഉണക്കി ഞാൻ ബക്കറ്റിൽ ഇതുപോലെ ആക്കി പൊടിക്കാൻ കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഗോതമ്പൊക്കെ പൊടിച്ച് കൊണ്ടുവന്നു, നല്ല അടിപൊളിയായിട്ട് പൊടിഞ്ഞ് കിട്ടി. ഇനിയിപ്പോൾ മല്ലിയും എല്ലാം നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക, ഒന്ന് ചതച്ചെടുത്താൽ മതി. മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് കറക്കി എടുക്കുമ്പോൾ അത് ഇതുപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് നമുക്കൊരു ബോട്ടിലാക്കി വെച്ചിരുന്ന രാവിലെ വെള്ളം തിളപ്പിക്കുമ്പോൾ ഓരോ സ്പൂൺ ഇട്ട് കൊടുത്ത് നമുക്ക് വെള്ളം തിളപ്പിച്ച് അത് കുടിക്കാം. അങ്ങനെ അതും റെഡിയാക്കി. അതിനുശേഷം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ കറിവേപ്പിലയുടെ ഇലയൊന്നും ഒരു ഗുണമില്ലാതെ നിൽക്കുക. അപ്പോൾ അതിന് കുറച്ച് വളവും വെള്ളവും ഒക്കെ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം അതിൻ്റെ ആ മണ്ടയെല്ലാം വെട്ടിക്കളയണം. അപ്പോൾ ഇലയൊന്നും നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളാത്ത വിധത്തിൽ ആയിട്ട് നിൽക്കുക. അപ്പോൾ എല്ലാം മണ്ട മൊത്തം അങ്ങ് വെട്ടി നല്ലതുപോലെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വളം ചേർത്ത് കൊടുക്കാം. ഒന്ന് രണ്ട് ഇലയൊക്കെ ഉള്ളു നല്ലതായിട്ട് അതിലുള്ളത്, ബാക്കിയെല്ലാം ഒരുമാതിരി ഉണങ്ങി പുള്ളിയൊക്കെ അടിച്ച് കൊള്ളാതെ നിൽക്കുന്നത്. കണ്ടോ, ഇതേപോലെ മൊത്തത്തിൽ എല്ലാം അതിൻ്റെ അറ്റമെല്ലാം നല്ല വെട്ടി കൊടുത്തതിന് ശേഷം ഇനി അതിൻ്റെ ചുവട്ടിൽ വളം ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ഇതുപോലെ അതിൻ്റെ ആ ചുവട്ടിൽ ഒന്നും തൊടാൻ പാടില്ല, കുറച്ച് ദൂരോട്ട് ഇതുപോലെ ഒന്ന് കുഴിച്ചു കൊടുക്കാം. അതിന് ശേഷം വേണം അതിൽ വളം ചേർത്ത് കൊടുക്കാൻ. ഞാൻ അതിലേക്ക് കുറച്ച് ചാണകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അവിടെ 2 മൂട് കറിവേപ്പില നിൽപ്പുണ്ട്. അപ്പോൾ 2 മൂടിലും കുറച്ച് ചാണകത്തിൻ്റെ പൊടി കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചൂട് സമയത്ത് ഇങ്ങനെ ചെയ്യാവോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ആ ഇല കൊള്ളാത്ത അവസ്ഥയായതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കുക. അതിനുശേഷം കുറച്ച് ചാരവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പിടി എല്ലുപൊടിയും ഒരു 2 പിടി വേപ്പിൻ പിണ്ണാക്കും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം. കുമ്മായം ഉണ്ടെങ്കിൽ അതിൻ്റെ പൊടിയും ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ കുമ്മായം ഇല്ല. കറിവേപ്പിലേക്ക് കുമ്മായം നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തതിന് ശേഷം അത് മണ്ണിട്ടൊന്ന് മൂടി കൊടുക്കാം. ഇനി ധാരാളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇത്രയും വളവും ചാമ്പലും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനി ഒരു 10-15 ദിവസം നല്ലതുപോലെ നമ്മൾ നനച്ചു കൊടുക്കണം. അപ്പോൾ നല്ലതുപോലെ നനച്ച് കൊടുത്തതിന് ശേഷം ഒരു 15 ദിവസം കഴിയുമ്പോൾ ഇതിൽ പുതിയ മുളകളൊക്കെ വന്നു തുടങ്ങും. ഒരു 2 മാസമൊക്കെ ആകുമ്പോൾ നമുക്കതിൽ നിന്ന് പുതിയ ഇലകളൊക്കെ പറിച്ചെടുക്കാം. പിന്നെ ഞാൻ ഇവിടെ പച്ചക്കറിയൊക്കെ നട്ടിരിക്കുന്നിടത്ത് എല്ലാം ഉണങ്ങി കരിഞ്ഞ് നിൽക്കുക. അപ്പോൾ അതിൽ ഒരു ചീരയിൽ നല്ല വിത്തൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ വിത്തെല്ലാം ഞാനൊന്ന് പിച്ചി ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വിത്തൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്.
ആ ഒരു ചീരയിൽ നിന്ന് പറിച്ചെടുത്തതാണ് ഇത്രയും. അപ്പോൾ ആ വിത്ത് തന്നെ നമുക്കിനി പാകി കിളിപ്പിക്കാനും പറ്റും. അപ്പോൾ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അത് ഞാൻ കണ്ടോ വൃത്തിയാക്കി എടുത്തപ്പോൾ ഇത്രയും വിത്ത് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി ചീര നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് വെച്ച്. അപ്പോൾ ഇതുപോലെ ഞാൻ ചട്ടിയിലൊക്കെ മണ്ണ് നിറച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തൊക്കെ നമുക്ക് ഓരോ പച്ചക്കറികളൊക്കെ നട്ടു കൊടുക്കാം. അതൊക്കെ ഇനി വേറൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.